നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഫുട്ബോളിനോടുള്ള സ്നേഹത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച് മങ്ങാടി കിൻഷിപ്പിലെ ഭിന്നശേഷിക്കാർ അണിനിരന്ന ഗോളാരവം 2026 ശ്രദ്ധേയമായി. കളിക്കളങ്ങളിലെ ആവേശം മനസ്സിലേറ്റി വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞായിരുന്നു കുട്ടികളുടെ പങ്കാളിത്തം. മങ്ങാടി കിൻഷിപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗോളാരവം 2026 വിവിധ ഫുട്ബോൾ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് കുട്ടികൾ അണിനിരന്നത് പരിപാടിക്ക് വർണ്ണാഭമായ അന്തരീക്ഷമൊരുക്കി. 69ാമത് നാഷണൽ സ്കൂൾ ഗെയിംസിലെ അണ്ടർ 90 ഫുട്ബോൾ താരം മുഹമ്മദ് ഷഹീം ഫുട്ബോൾ തട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൗഫലിന്റെ ഫുട്ബോൾ പ്രകടനവും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ശാരീരിക പരിമിതികളെ മറികടന്ന് വീൽചെയറിലിരുന്ന് ഭിന്നശേഷിക്കാർ നടത്തിയ ഷൂട്ടൌട്ട് മത്സരവും പരിപാടിക്ക് ആവേശം പകർന്നു. സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെയും വള്ളിക്കാഞ്ഞിരം ചളിപ്പാടം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, അഡ്വക്കേറ്റ് വിക്രം കുമാർ, ദിലീപ് അമ്പായത്തിൽ, ഡോക്ടർ ഷമീർ, അൽതാഫ്, ലത്തീഫ് കായൽമടത്തിൽ, മൊയ്തുഷ മാലാപ്പറമ്പിൽ, പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കിൻഷിപ്പിന്റെ ഗോളാരവം എന്ന പ്രോഗ്രാമാണ്. ഇവിടെ വീൽചെയറിലുള്ള ഞങ്ങളെ കൂട്ടുകാരുണ്ട്, 60ഓളം വരുന്ന കൂട്ടുകാരുടെ ഒരു ഉത്സവമാണ് ഇന്നിവിടെ കിൻഷിപ്പിൽ നടന്നത്. അറിയാമല്ലോ, ലോകം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ലോകം ഒരു പന്തിൻ്റെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. ആ പന്തിൻ്റെ പിറകെ ഓടുമ്പോൾ ഒരുപാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതിൻ്റെ ക്ലബ്ബുകാരും മലയാളീസും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും ആ ഗോളാരവത്തിൻ്റെ പിറകെ പോകുമ്പോൾ കിൻഷിപ്പിലെ കൂട്ടുകാരും ഞങ്ങളും ഒട്ടും പിറകിലല്ല. കാൽക്കൊണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ വയ്യെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളും വേൾഡ് കപ്പിനോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ് ഇന്ന് ഇവിടുത്തെ ഈ ഒരു മത്സരം ഇവിടെ നടത്തിയത്. കിൻഷിപ്പിലെ കൂട്ടുകാർ കാൽപന്ത് കളിയിൽ ഞങ്ങൾക്കും മനസ്സുകൊണ്ട് ഞങ്ങളുമുണ്ട് കൂടെ എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഗോളാരവം 2026.
കെട്ടിയെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.